ഒരു വ്യക്തിയാണ് ഞാൻ. ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ ഇന്ന് ഫിസിക്കലായിട്ട് ട്രിവാൻഡ്രത്ത് BOP നടന്നിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. 3 മണി മുതൽ ട്രിവാൻഡ്രത്ത് BOP കഴിഞ്ഞു. അതിലും എനിക്ക് ഇന്ന് എന്നെ പരിചയപ്പെടുത്തിയത് രഹന മേഡം തന്നെയാണ്. ഇന്ന് യാദൃശ്ചികമായിട്ടാണ് ഈ കമ്പനിയിൽ വന്നതിന് ശേഷം 2 പ്രോഗ്രാമിൽ ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും ഇന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഇന്നത്തെ ഒരു പ്രോഗ്രാം ശരിക്കും ഞാൻ എടുത്തു പറയേണ്ട വളരെ മനോഹരമായിട്ട് കലാം മേഡം വളരെ ഗംഭീരമായിട്ട് ഈ കമ്പനിയുടെ പ്ലാൻ പറഞ്ഞു. മേഡത്തിന് വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫിജി കട എന്ന് പറഞ്ഞ ഈ ഒരു ദൈവസ്പർശം എന്നുള്ള പ്രോജക്റ്റിനെ കുറിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടി എന്ത് പറയാൻ ആവേശത്തോടുകൂടി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു കോടീശ്വര പട്ടികയിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് ഫിജി കട എന്ന് പറഞ്ഞ ഈ ഒരു മനോഹരമായ കമ്പനിയാണ്. ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിയെ വിശ്വസിക്കാൻ തയ്യാറായതുകൊണ്ട്, ഈ 162 വർഷം പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ വിശ്വസിക്കാൻ തയ്യാറായതുകൊണ്ട് എന്റെ നാട്ടിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലും ചെയ്യാതെ ഒരു കോടീശ്വരനാവാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഫിജി കാർഡ് എന്ന് പറഞ്ഞ ദൈവസ്പർശമുള്ള പ്രോജക്റ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടത് ഇതിൽ വിജയിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിത്തിരിച്ച കുറെ ആളുകളെയാണ്. പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ വിജയിച്ച ആളുകളോടൊപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ സംശയാസ്പദമായിട്ട് പുറത്തു നിന്ന് മറ്റുള്ള കമ്പനികളുമായിട്ട് ചേർന്ന് നിന്ന് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. ആ തുടക്ക സമയം മുതൽ ഉണ്ട് എങ്കിൽ തന്നെയും ഇപ്പോ പലവിധ കമ്പനികൾ വന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപക്ഷെ സാധാരണഗതിയിൽ ഒരുപാട് ആളുകളെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിച്ച നിരവധി കമ്പനികളുള്ള ഈ രീതിയിൽ ഫിജി കാർഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നമ്മൾ പറയുമ്പോൾ അതുമാതിരി അതിനോടൊപ്പം ചേർത്ത് നിർത്താനാണ് പലരും ശ്രമിക്കാറ്. പക്ഷെ അവരുടെ അടുത്തെല്ലാം ആത്മാർത്ഥമായിട്ട് പറയുന്നു അത്തരത്തിൽ ഒരു കമ്പനിയായിട്ട് നമ്മളെ ഫിജി കാർഡ് കമ്പനിയെ ചേർത്ത് നിർത്തരുത് നമ്മൾ ആവേശപൂർവ്വം പറയാറുണ്ട്. എങ്കിൽ തന്നെയും കുറെ ആളുകൾ ആ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അവരുടെ അടുത്തെല്ലാം പറയാനുള്ളത് കഴിഞ്ഞ 7 വർഷം പിന്നിട്ട് 8ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ഫിജി കാർഡ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയിൽ നമുക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള മാധ്യമ പ്രവർത്തകരും തന്നെ അതൊന്നും എത്തിക്കില്ല എന്നുള്ള സത്യമാണ്. ആ സ്ഥാനത്താണ് ശരിക്കും പറഞ്ഞാൽ ഫിജി കാർഡിൽ സക്സസ് ആയ നമ്മൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഉറപ്പിച്ചു പറയാൻ കഴിയും ഇന്ത്യൻ മഹാരാജ്യത്ത്, ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് എനിക്ക് എങ്ങനെ അറിയില്ല, ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള കോർപ്പറേറ്റ് കമ്പനി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച 100 കണക്കിന് ആളുകളെ കോടീശ്വരന്മാരാക്കിയ ഒരു കമ്പനിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അന്നും ഇന്നും ഒരു കമ്പനിയുടെ പേര് മാത്രമേ പറയാൻ കഴിയൂ. അത് fijica.com എന്ന് പറഞ്ഞ ഈ മനോഹരമായ കമ്പനിയെ കുറിച്ച് മാത്രമേ പറയാൻ കഴിയൂ. നമുക്ക് പറയാൻ പറ്റുന്നത് ഫിജി കാർഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് മറ്റുള്ള ആളുകൾ മുമ്പ് വന്ന പല കമ്പനികളുമായിട്ട് താരതമ്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ 2014 മുന്നേ ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി വ്യക്തമായൊരു നിയമമില്ലാത്തത് കൊണ്ട് തന്നെ 100 കണക്കിന് കമ്പനികൾ, ഗവൺമെന്റിന്റെ കണക്കിൽ തന്നെ എനിക്ക് തോന്നുന്നു 5000-ഓളം കമ്പനികൾ മാർക്കറ്റിംഗ് ലൈസൻസ് എടുത്ത് ഈ രാജ്യത്ത് പ്രവർത്തിച്ചു എന്നുള്ള സത്യമാണ്. അതിൽ തന്നെ നല്ല കമ്പനികളും ചീത്ത കമ്പനികളും ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. അതിൽ ഒരുപക്ഷെ സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച ആളുകൾക്ക് സാമ്പത്തികമായി രക്ഷപ്പെടാൻ വേണ്ടി ആ കമ്പനികളെല്ലാം അവർ ചൂസ് ചെയ്തു. പക്ഷെ പല കമ്പനികളും പറ്റിക്കാൻ വേണ്ടി മാത്രം വന്ന കമ്പനികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗവൺമെന്റ് വ്യക്തമായിട്ടൊരു ഗൈഡ് ലൈൻ ഇതിനു വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 2014 അധികാരമേറ്റ സർക്കാർ വ്യക്തമായി ഈ ഒരു മേഖലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സമിതി നിയോഗിക്കുകയും ഫിക്കി പോലുള്ള സംഘടനകൾ അതിന്റെ ഭാഗമാകുകയും, ഫിക്കി മീൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് കോമേഴ്സ് ഓഫ് ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിന്റെ ഭാഗമാകുകയും അവർ കൊടുത്ത റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ 2020 കഴിയുന്നതോടുകൂടി 2020-2025 കാലങ്ങളിൽ തന്നെ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളെ മറികടന്നുകൊണ്ട് സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തുമ്പോൾ ആ രാജ്യത്ത് ഒരുപക്ഷെ യുവതീ-യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുവാൻ ഗവൺമെന്റിന് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ജനസംഖ്യ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനൊരു ഓപ്ഷൻ എന്ന് വേണം. അവർ മുന്നോട്ട് വെച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ബിസിനസ് രീതി തന്നെയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ഇതിനൊരു മാർഗനിർദ്ദേശം തയ്യാറാക്കുകയും ഗൈഡ്ലൈൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അന്ന് പത്രസമ്മേളനം വിളിച്ച രാംവിലാസ് പാസ്വാൻ അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുന്ന ആ ഒരു കട്ടിങ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പോൾ അന്ന് അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുത്തു. ഒരുപക്ഷെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത് ആ ഗൈഡ്ലൈൻസ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ശരിക്കും പറഞ്ഞാൽ കേരളം. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അന്ന് അത് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറി. അന്ന് ടാഗോർ തിയേറ്റർ വെച്ച് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഈ മേഖലയിൽ പ്രവർത്തിക്കുവാനും ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം പൂട്ടിപ്പോവുകയും ഗവൺമെന്റ് ശക്തമായിട്ട് ഒരു സാധാരണക്കാരൻ ധൈര്യസമേതം ചെയ്യാൻ പാകത്തിന് കേന്ദ്ര ഗവൺമെന്റ് കൺസ്യൂമർ അഫയേഴ്സിന്റെ സൈറ്റിൽ വളരെ
ഒരു കമ്പനിയാണ് ഫിജിക്കാർഡ്.com എന്ന് പറഞ്ഞ ഈ മനോഹരമായ കമ്പനി. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ധൈര്യസമേതം ചെയ്യാൻ പാകത്തിന് ഇന്ന് ഫിജിക്കാർഡ് മുന്നോട്ട് പോകുന്നു. ഡോക്ടർ ബോബി ചമ്മണൂർ പത്രസമ്മേളനം വിളിച്ചെന്ന് പറയുകയുണ്ടായി, കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഓരോ സാധാരണക്കാരനും സാമ്പത്തികമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായി ഈ കമ്പനിയെ മാറ്റുക, ഒരു കുടുംബത്തിൽ ജനിച്ച ഏതൊരു സാധാരണക്കാരന്റെ വ്യക്തിയും ഒരു കോടീശ്വരനാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ലക്ഷ്യം എന്ന് അഭിമാനത്തോടെ അന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ അന്ന് കേട്ടതെന്ന ആളുകളും അന്ന് മാധ്യമപ്രവർത്തനത്തിൽപ്പെട്ട പല ആളുകളും ഒരുപക്ഷെ തമാശയായിട്ടായിരിക്കും അത് കണ്ടത്. എന്നാൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഇന്ന് കമ്പനിയുടെ 7 വർഷം കഴിഞ്ഞ് പൂർത്തീകരിച്ച് നിൽക്കുമ്പോൾ ഇന്ന് ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം, തുടക്കം പറഞ്ഞതുപോലെ 100 കണക്കിന് കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തൊരു കമ്പനിയായി ഇന്ത്യയിലെ എന്താ പറയുക നിവർന്നു നിൽക്കുന്ന ഒരു കമ്പനിയായി ഫിജിക്കാർഡ് മാറി എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും. അതിൽ തന്നെ നമ്മൾ കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആരാണ് ഈ കോടീശ്വരന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ച് ജനിച്ച വ്യക്തികളല്ല, വളരെ സാധാരണപ്പെട്ട കുടുംബങ്ങൾ, ഒരു പക്ഷെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളായിക്കോട്ടെ, 8ാം ക്ലാസ് വരെ പഠിച്ചൊരു വീട്ടം ഉൾപ്പെടെ ആ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നത്. ഈ ഒരു സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരാളും തന്നെ തയ്യാറാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകരോ ഒക്കെ അതിനുവേണ്ടി തയ്യാറാവണം. അവരൊരു കാരണവശാലും ഇത് ചെയ്യാൻ തയ്യാറല്ല. കാരണം പരസ്യത്തിന്റെ മാത്രം പച്ചയിൽ മുന്നോട്ട് പോകുന്ന അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ഇത്തരമാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. ഇത്രയും മാത്രം സക്സസ് ഉണ്ടായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ടിവിയിലൂടെ ശരിക്കും പറഞ്ഞാൽ അത് പരസ്യം ചെയ്തതെങ്കിൽ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിനിമാ താരവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഡോക്ടർ ബോബി ചമ്മണൂർ ആദ്യ വർഷം തന്നെ പല വേദികളിലും പറഞ്ഞതാണ്, എന്റെ ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ ഈ പ്രോജക്റ്റ് ഒരുപക്ഷെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ വേണ്ടി എനിക്കൊരു പുഷ്പം പറിക്കുന്നത് പോലെ പറ്റും. കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ജ്വല്ലറി പരസ്യത്തിൽ സിനിമാ താരങ്ങളെ കൊണ്ടുവന്നു, ഒരു സൽമാൻ ഖാനും ഐശ്വര്യയെ കൊണ്ടുവന്ന് അത്തരത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മറഡോണ ഉൾപ്പെടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ ഏതൊരു സിനിമാ താരത്തെയും കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ കമ്പനി അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരുപാട് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിനിമാ താരവും വേണ്ട, വീട്ടിലൊതുങ്ങിപ്പോയ വീട്ടമ്മമാരായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട യുവതി യുവാക്കളായിക്കോട്ടെ, അവർ ചെയ്യട്ടെ എന്റെ കമ്പനിയുടെ പരസ്യം. അത്തരത്തിൽ ചെയ്യുമ്പോൾ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും പോകുന്ന പൈസ സാധാരണപ്പെട്ട കുടുംബങ്ങളിൽ കിട്ടട്ടെ എന്ന് ചിന്തിച്ച ചിന്തയിൽ നിന്നാണ് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ന് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കറണ്ട് ബില്ലെങ്കിലും അടച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിച്ചു വന്ന പല വീട്ടമ്മമാരും ഇന്ന് വളരെ ഹാപ്പിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ലക്ഷങ്ങൾ വരുമാനമാക്കുന്ന 100 കണക്കിന് വീട്ടമ്മമാർ ഇന്ന് ഈ കമ്പനിയിൽ ഉണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ പറയാം. ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 7-8 വർഷത്തിനിടയിൽ പല ആളുകളും ഒരുപക്ഷെ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത പല ആളുകളും ആ ലോൺ ക്ലോസ് ചെയ്ത് തിരിച്ചു വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആളുകളും ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത വീടുകളിലേക്ക് ബൈക്കും കാറും ഒക്കെ എടുക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട പല ആളുകളും ആത്മഹത്യയുടെ വക്കിൽ പോലും നിന്ന പല ആളുകളും ഒക്കെ തിരിച്ചു വന്ന് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കമ്പനി ഏറ്റെടുക്കുകയും ശക്തമായ ഒരു ബിസിനസ് വയ്ക്കുകയും വലിയ വരുമാനത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ ഒരു സമയത്ത് നമുക്ക് അഭിമാനത്തോടെ പറയാം, ഇന്ന് കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പാകത്തിന് കേരള ഗവൺമെന്റ് തന്നെ വളരെ ശക്തമായിട്ടുള്ള ആക്ഷൻ പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുന്നു. 2025 ഫെബ്രുവരി മാസം 22-ാം തീയതി തിരുവനന്തപുരത്ത് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവൺമെന്റ് തന്നെ ഒരു 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു. ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാളാണ്. 1000 പേരെയാണ് ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ ആ പ്രോഗ്രാമിൽ വരുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷെ ഗവൺമെന്റിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ പല മുക്കും മൂലയും ബ്ലോക്ക് ആക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് ഗവൺമെന്റ് പോലും തിരിച്ചറിയുന്ന ഒരു തരത്തിലേക്ക് അത് മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വളരെ ശക്തമായിട്ടുള്ള ആക്ഷൻ പദ്ധതിയിലേക്ക് പോകുന്നു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ID കാർഡ് ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഈ മേഖലയിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ ഒരു മേഖലയിൽ വന്നപ്പോൾ ഉള്ള ജനങ്ങളുടെ മാറ്റം ഗവൺമെന്റ് പോലും തിരിച്ചറിയുന്നു. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയാം, നമ്മൾ ഈ ബിസിനസ്സിൽ വന്നില്ലെങ്കിലും വാങ്ങിക്കാനിരിക്കുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് കിടക്കാനും ഉണ്ണാനും ഉടുക്കാനുള്ള സാധനങ്ങൾ നമ്മൾ എന്തായാലും വാങ്ങിക്കും. അതെല്ലാം കൂടി ഫിജിക്കാർഡ് എന്ന് പറഞ്ഞ കമ്പനി ഒരു വൺ ടൈം പർച്ചേസ് ചെയ്യുകയും ആ പ്രോഡക്റ്റിൽ ഉപയോഗിച്ച് കൊള്ളാം
കൊള്ളാമെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങിക്കുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. ആ ഒരു തവണ പർച്ചേസ് ചെയ്താൽ തന്നെ ഈ കമ്പനിയിൽ ഒരു 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 ഡിസ്ട്രിബ്യൂഷൻ ID നിങ്ങൾക്ക് കിട്ടും. കിട്ടിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 142 കോടി ജനമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഒരു പ്രോജക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മൾ 142 കോടി ജനത്തിലേക്കൊന്നും എത്തിക്കണ്ട. നമ്മൾ ഈ കേരളത്തിന് മണ്ണിൽ തന്നെ കോടിക്കണക്കിന് ആളുകളുണ്ട്. നിങ്ങൾ നിൽക്കുന്ന ജില്ലയിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. നിങ്ങളുടെ പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ 10,000-കണക്കിന് ആളുകളുണ്ട്. നിങ്ങളുടെ വാർഡ് എടുത്താൽ ശരിക്കും പറഞ്ഞാൽ 1000-കണക്കിന് ആളുകളുണ്ട്. അതും പോട്ടെ, നിങ്ങളുടെ കോൺടാക്ട്സ് എടുത്താൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 കണക്കിന് കോൺടാക്ട്സുകൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ മക്കളെ പഠിപ്പിക്കാൻ പറ്റാത്ത ആളുകൾ, സുഖമില്ലാതെ കിടക്കുന്ന ആളുകൾ, ആത്മഹത്യയുടെ വക്കിൽ പോലും നിൽക്കുന്ന ആളുകൾ ആ കോൺടാക്ട്സിൽ ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. ജസ്റ്റ് നമ്മളൊന്ന് പറയുക, ഞാൻ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കേട്ടു, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും എല്ലാ നിയമവശങ്ങളും പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനോഹരമായ കമ്പനി, 162 വർഷം പാരമ്പര്യമുള്ള ചെമ്മണ്ണു ഗ്രൂപ്പ് ആരംഭിച്ച ഒരു പ്ലാറ്റ്ഫോം fijika.com എന്ന കമ്പനി. ഒരു 15 മിനിറ്റ് സമയം തന്നാൽ ഇത് പറയാൻ അറിയാവുന്ന ആളുകൾ വരും. ഒന്ന് കേട്ടു നോക്കാൻ, ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 100 കണക്കിന് ആളുകൾ നിങ്ങളോടൊപ്പം ബിസിനസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറും. അത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായി അങ്ങനെ മാറി തുടങ്ങും. അത്തരത്തിലാണ് പല ആളുകളും തുടങ്ങിയത്. വിദ്യാഭ്യാസമോ കഴിവോ ഒന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ചെയ്യാൻ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിജിക്കാർഡ് എന്ന കമ്പനിയിൽ 1 വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നുള്ളത് 100% ഉറപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജോലി ചെയ്ത് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എത്രത്തോളം പണിയെടുത്താലും ആ മേഖലയ്ക്ക് ഒരു പരിമിതിയുണ്ട്. ആ മേഖലയ്ക്ക് പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് കിട്ടുന്ന ശമ്പളത്തിനും ഒരു പരിമിതിയുണ്ട്. ആ ശമ്പളത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല എന്നൊരു സത്യം നമ്മൾ എപ്പോഴെങ്കിലും കണക്കുകൾ കൂട്ടി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇന്ന് 1 പവൻ സ്വർണത്തിന് പോലും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ ചെലവ്, ഒരു മാസത്തെ ചെലവ് നമ്മൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ, ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 50,000 രൂപയ്ക്ക് മുകളിൽ നമുക്ക് ചെലവാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതിനനുസരിച്ചൊരു വരുമാനം നമുക്ക് വരുന്നില്ല എന്നുള്ളതും സത്യമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കും, ലോൺ എടുക്കും, പല പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും ക്ലൈമാക്സിൽ പോയി നിൽക്കുക. അത്തരത്തിൽ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ചെലവിനേക്കാൾ കൂടുതൽ വരുമാനം നമ്മുടെ കയ്യിലേക്ക് വന്നു തന്നെ ആവണം. അത് വരണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു പ്രോജക്റ്റിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മൾ 24 മണിക്കൂർ പണിയെടുത്താലും ചെയ്യുന്ന മേഖലയിൽ ഒരു പരിമിതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല ഒരു പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ഒരു വരുമാനം കൂടി കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് കടക്കുക തന്നെ വേണം. അത്തരത്തിൽ ജോലി ചെയ്താൽ രക്ഷപ്പെടില്ല എന്ന സത്യം ഞാൻ മാത്രമല്ല, ഇവിടത്തെ വിജയിച്ച എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. രക്ഷപ്പെടുമെന്ന് പല ആളുകൾ പറയാറുണ്ട്. പക്ഷെ ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോ ഒരു മുൻപരിചയോ ഇല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഫ്ലോപ്പ് ആവും നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ ചുറ്റുവട്ടത്ത് പല ആളുകളും ബിസിനസ് ഒന്നെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, മുതൽ മുടക്കം കൊണ്ട് തന്നെ ആ ബിസിനസ് പരാജയപ്പെട്ടു പോയാൽ നമ്മൾ വലിയൊരു ബാധ്യതയിലേക്ക് പോകും. അങ്ങനെയാണ് ശരി. അത്തരത്തിൽ പറയുന്ന ആളുകളുടെ അടുത്താണ് നമ്മൾ പറയുന്നത്, 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, മുതൽ മുടക്കില്ലാതെ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ്, ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. ഒരു കൂട്ടം ആളുകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള ഒരു സുവർണ്ണ അവസരം നമുക്ക് തരികയാണ്. ഫിജിക്കാർഡിന്റെ ബാൻഡിൽ വരുന്ന മുഴുവൻ പ്രോഡക്ട്സും ഒരു ഡിസ്ട്രിബ്യൂഷൻ 5 പൈസ പോലും ചെലവില്ലാതെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സുവർണ്ണ അവസരം, സ്വർണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള സുവർണ്ണ അവസരമാണ് ഓരോ സാധാരണക്കാരന്റെ വീട്ടിലേക്കും 1 രൂപ പോലും വാങ്ങിക്കാതെ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ കൊടുക്കുന്നത്. അദ്ദേഹം അത് തരുമ്പോൾ ഒരു കൂട്ടം ആളുകളോടൊപ്പം, വിജയിക്കാൻ വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി. നമ്മൾ ചെയ്യുന്ന ജോലിയോടൊപ്പം ഒരു 5 മിനിറ്റെങ്കിലും പ്രവർത്തിക്കാൻ ഒരു മനസ്സ് നമുക്കിലുണ്ടെങ്കിൽ 100% ഞാൻ പറയാം, 2026 കഴിഞ്ഞ് 2027 സുപ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ അംഗമായി നമ്മൾ തീർച്ചയായിട്ടും മാറിയിട്ടുണ്ടാവും. ഇത് ഫിജിക്കാർഡ് പ്രവർത്തിക്കുന്ന വിജയിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പറയുമ്പോൾ എല്ലാവരും ഫിജിക്കാർഡിന്റെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ പറയത്തുള്ളൂ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഫിജിക്കാർഡ് പ്രവർത്തിക്കുന്നതിലുപരി ഞാൻ കണ്ട കാഴ്ചകളുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു, ഇതൊരു ദൈവസ്പർശമുള്ള ഒരു പ്രോജക്റ്റാണ്. ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പല ആളുകളും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പറയാറുണ്ട്, ഇത് വർക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ, ജോലി ചെയ്താലേ കിട്ടത്തുള്ളൂ. ജോലി ചെയ്യാതെ ലോകത്ത് ഒരിടത്തും വരുമാനം കിട്ടില്ല, ഒരിടത്തും കിട്ടില്ല. 100% ഉറപ്പാണ്. ജോലി ചെയ്താൽ മാത്രമേ വരുമാനം കിട്ടൂ. എന്താണ് ആ ജോലി? ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട്, നമ്മൾ ഒരു സാധനം ഒരു കടയിൽ പോയി വാങ്ങിച്ചു, കൊള്ളാമെങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളടുത്ത് പറയില്ലേ? അതേ മനോഭാവത്തോടു കൂടി ഇത്രയും മനോഹരമായ ഒരു കമ്പനിയെ കുറിച്ച്, ഇത്രയും ക്രെഡിബിലിറ്റിയുള്ള ഒരു കമ്പനിയെ കുറിച്ച്, ഇത്രയും ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുമ്പോൾ, 10 പേരെടുത്ത് പറയുമ്പോൾ 10 പേരും ഈ ബിസിനസിന്റെ ഭാഗമാകുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല.
10 പേരിൽ എന്തായാലും 5 പേര് എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് ഇതിനെ പറയുമായിരിക്കാം. പക്ഷെ 5 പേർക്ക് തിരിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട്. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ കൺസ്യൂമർ അഫയേഴ്സിന്റെ പബ്ലിഷ് ചെയ്തിരുന്ന കമ്പനി 7 വർഷം കൊണ്ട് ഈ കമ്പനിയിലുണ്ടായ മാറ്റം, ഇത്രയും ആളുകളുടെ ജീവിതത്തിലുണ്ടായ മാറ്റം, പല ആളുകളും ശരിക്കും പറഞ്ഞാൽ കോടീശ്വരന്മാരായത് ഈ കമ്പനിയിലൂടെയല്ലേ എന്നൊക്കെയുള്ള തിരിച്ചറിവനുസരിച്ച് ഈ കമ്പനിയിൽ വരികയും ഈ കമ്പനിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും എന്നുള്ള ഉറപ്പിച്ച് പറയാം. ഞാൻ ഫിജിക്കാൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്കും ഇനി സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്കും ഞാൻ ഉറപ്പിച്ചു പറയാം, അടുത്ത 6 മാസത്തിനകത്ത് കമ്പനിയിൽ നടക്കാൻ പോകുന്ന വിപ്ലവകരമായ മാറ്റം ശരിക്കും പറഞ്ഞാൽ അഭിമാനപൂരിതമാകും എന്നുള്ളത് ഒരു സംശയമില്ല. ഒരു ഫിജി കാർഡുകാരന് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് കൊണ്ട് സന്തോഷകരമായ നിമിഷങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഫിജി കാർഡ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ കമ്പനി പ്രവർത്തിക്കുന്ന ലീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു ബാനറുണ്ട്, ഫിജി കാർഡിലാണ് വർക്ക് ചെയ്യുന്നത്, ചെമ്മണ്ണൂർ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മുടെ സുഹൃത്തുക്കളടുത്തും ബന്ധുക്കളടുത്തും നമുക്ക് പറയാൻ പറ്റും. ഇത് ഇന്നോ നാളെയോ പൂട്ടിപ്പോകാവുന്ന ഒരു കമ്പനിയല്ല. 162 വർഷം പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഗ്രൂപ്പ്, ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും 1 രൂപയെങ്കിലും കൊടുക്കാൻ ഞാൻ ഉണ്ടെന്ന് തെളിയിച്ചാൽ എന്റെ മുഴുവൻ സ്വത്തും ഒരൊറ്റ ചെക്കിൽ എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ജനങ്ങളോട് പറയുന്ന ഒരു ചെയർമാന്റെ കൂടെയാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കമ്പനി നിങ്ങളെ സ്വാഗതം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയും, ഇവിടെ ഇന്നോ നാളെ പൂട്ടിപ്പോയ പല കമ്പനികളുടെയും കൂട്ടത്തിൽ ഫിജി കാർഡിനെ ദയവ് ചെയ്ത് കൂട്ടാൻ വേണ്ടി വരരുത്. കാരണം അവരൊക്കെ പൂട്ടിപ്പോകാൻ വന്നതായിരിക്കാം, പൂട്ടിപ്പോയ കമ്പനികളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. പക്ഷെ ഫിജി കാർഡ് 50 വർഷമല്ല 100 വർഷം കഴിഞ്ഞാൽ ഇവിടെ കാണുമെന്ന് ഞാനല്ല പറഞ്ഞത്, ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ നമ്മുടെ പ്രിയപ്പെട്ട പോച്ചെ എല്ലാ വേദിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപക്ഷെ ഈ ലോകം വിട്ടു പോയാലും ഫിജി കാർഡ് എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ ഉണ്ടാവും. കാരണം ഞാൻ മറ്റുള്ള എന്റെ പ്രസ്ഥാനങ്ങൾക്കൊപ്പമല്ല ഫിജി കാർഡിനെ കാണുന്നത്. ഇവിടെ ഒരുപാട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുന്നതെന്നും ഇവിടെ ഒരുപാട് സാധാരണക്കാർക്ക് വേണ്ടി ഈ കമ്പനി ഇവിടെ നിലനിൽക്കുമെന്നും ഒക്കെ പറഞ്ഞത് ഫിജി കാർഡ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ സാറാണ്. അദ്ദേഹം പങ്കെടുത്തൊരു പ്രോഗ്രാമിൽ ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ പറഞ്ഞു, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആക്കുക എന്നുള്ളതാണ് ഫിജി കാർഡിന്റെ ലക്ഷ്യം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെ നമ്പർ 1 കമ്പനി ആക്കുക എന്നുള്ളതാണ് 2026 എന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രമാത്രം ഫിജി കാർഡിനെ സ്നേഹിക്കുകയും ഇതിനുവേണ്ടി എന്ത് ഇൻവെസ്റ്റ്മെന്റ് ഇനിയും നടത്തുവാനും മനസ്സുള്ള ഒരു ചെയർമാൻ നമ്മളിവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച വ്യക്തി നിങ്ങളാണ് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഈ ഒരു സന്ധ്യാവേളയിൽ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ക്ഷണിച്ച ആളുകളുടെ അടുത്ത് നിങ്ങൾ നന്ദി പറയുന്ന തരത്തിലേക്ക് വരുന്ന മാസങ്ങൾ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഒരു ദിവസം ദൈവത്തിന്റെ ഒരു 50% ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറയും. ദൈവം പാതി നമ്മൾ പാതി എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ പാതി കഴിഞ്ഞു. ഇനി ഇത് തീരുമാനമെടുക്കേണ്ട നമ്മളാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന അടുത്താണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നുള്ളത് ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഫിജി കാർഡിന്റെ ഭാഗമാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും പ്രവർത്തിക്കാൻ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ 100% പറയുന്നു, 2026 അല്ലെങ്കിൽ കഴിഞ്ഞുപോയ വർഷങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ ഊന്നി വിഷമിച്ച് വീട്ടിലിരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 2027 തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ അംഗമായി നിങ്ങൾ മാറും. കാരണം ഫിജി കാർഡിന്റെ ഭാഗമാകുമ്പോൾ തന്നെ കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതില് പ്ലാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കമ്പനിയുടെ ഒരു 3ാമത്തെ റാങ്ക് സെയിൽസ് മാനേജർ എന്നൊരു പോസ്റ്റിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് അഭിമാനകരമായിട്ട് പറയാൻ പറ്റുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നു പോയാൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. പലർക്കും അത് സാധിക്കാറില്ല. സർക്കാർ ഹോസ്പിറ്റലുകളിൽ നല്ല തിരക്കുള്ളപ്പോൾ അതിന്റെ പുറകെ പോയി നിൽക്കാനാണ് പലരും ശ്രമിക്കാറ്. കാരണം സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അത്തരം സംഭവിക്കാറുണ്ട്. ഞാനൊക്കെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ രാത്രി 10 മണിക്ക് ശേഷം പോകുന്ന സമയത്ത് കാണുന്നൊരു കാഴ്ചയുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവരെ കാഷ്വാലിറ്റിയിൽ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയും അവിടെ നിന്ന് എഴുതി കൊടുക്കുന്ന ഒരുപക്ഷെ ബില്ലും കൊണ്ട് പുറത്തിറങ്ങി മരുന്ന് വാങ്ങിക്കാൻ പൈസയില്ലാതെ നിൽക്കുന്ന 100 കണക്കിന് ആളുകളെ നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലും നമുക്ക് രാത്രി കാണാൻ കഴിയും. രാത്രി എന്നല്ല പകലും കാണാൻ കഴിയും. അത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഊന്നി പോവാതെ നമ്മുടെ കുടുംബത്തെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ സാമ്പത്തികം വളരെ അനിവാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സാമ്പത്തികങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. ഇനി ഈ കമ്പനിയിൽ പ്രവർത്തിക്കുന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു 3ാമത്തെ റാങ്കിൽ എത്തുമ്പോൾ തന്നെ കമ്പനിയിൽ 2.5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പാക്കേജ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ ചികിത്സിക്കാം, ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിക്കാം. അതിൽ
അതിലുപരി ഇന്ന് ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിൽ ഒരുപക്ഷെ അത്ഭുതത്തോടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിൽ ഉണ്ടാവുന്ന ലാഭത്തിന്റെ വിഹിതം എല്ലാ മാസവും പെർഫോമൻസ് ബേസ്ഡ് ഇൻസെന്റീവ് എന്ന രൂപത്തിൽ ഈ കമ്പനിയിൽ ഒരു പെർഫോമറായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് അത് വീതിച്ചു തരുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടൊരു കാര്യമാണ്. അത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയൊരു കാര്യമാണ്. ഇന്ന് നൂറുകണക്കിന് ആളുകൾ എല്ലാ മാസവും തന്റെ കുടുംബത്തിലേക്ക് ഈ കമ്പനിയുടെ ഒരു വിഹിതം വാങ്ങിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ കമ്പനിയുടെ ഭാഗമാകുമ്പോൾ തന്നെ വീട്ടിലേക്ക് ഒരു ഐശ്വര്യം വരുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളൊരു സംശയമില്ല. ഞാൻ പറയാൻ കാരണം എന്റെ അനുഭവമാണ്. കാരണം കഴിഞ്ഞ 7 വർഷത്തിൻ്റെ ഈ കമ്പനി സമ്മാനിച്ച ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിച്ചപ്പോൾ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമായി മാറാൻ എന്നെ സഹായിച്ചു എന്നുള്ളത് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു. ഒരു കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെ മകൻ ചുരുങ്ങിയ സമയം കൊണ്ട് സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തുമ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഫിജി കാർഡ് എന്ന് പറഞ്ഞ ഈ ദൈവസ്പർശമുള്ള പ്രോജക്റ്റ് സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളിലേക്ക് കൊടുക്കുകയും അവരെ കരപിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ആ പ്രോജക്റ്റ് കൊണ്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഇത് ആത്മാർത്ഥമായിട്ട് എത്തിക്കാൻ വേണ്ടി ഓരോ നിമിഷവും ഞാൻ ഫിജി കാർഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെടുത്ത് ഞാൻ പറയുന്നു, ഇതൊരു സുവർണ അവസരമാണ്, ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വരുമാനം കൂടി തുറന്നു കിട്ടുന്ന ഒരു ദിവസമായിട്ട് നിങ്ങൾ ഇതിനെ മാറ്റണം. ഫിജി കാർഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് നിങ്ങളെ കേൾപ്പിക്കാൻ വിളിച്ച ആളുടെ അടുത്ത് ഇന്ന് ഇവിടെ സംസാരിച്ചതിലുപരി നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെ 100% കേട്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഫിജി കാർഡിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എന്തായാലും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ എന്നെ നിയോഗിച്ച കമ്പനി മാനേജ്മെന്റിനും, ഇന്ന് വളരെ ഗംഭീരമായിട്ട് MC കൈകാര്യം ചെയ്ത രഹ്ന മേഡത്തിനും, വളരെ മനോഹരമായിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്ത കലാ മേഡത്തിനും, ഇന്ന് ഈ പ്രോഗ്രാമിൽ ഈ പ്രോജക്റ്റ് കേൾക്കാൻ വേണ്ടി എത്തിയ എല്ലാ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ ദ സക്സസ്. ജയ് ഫിജി കാർഡ്. ഓക്കെ, താങ്ക് യു.